നേരത്തെ അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് PV അൻവറിന്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിശദാംശങ്ങളുമായുണ്ട്. വിപിൻ സി വിജയൻ കൂടിയുണ്ട്. വിപിൻ, എപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്? 11 മണിക്ക് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ 12:30 അടുക്കുന്നു. ഈ ഉടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയല്ലേ ആര്യാടൻ ഷൗക്കത്ത്? അനുജ, റോഡ് ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നിലമ്പൂരിലെ ചന്തക്കുന്നിലുള്ള താലൂക്ക് ഓഫീസിലേക്ക് എത്തിച്ചേരും. അവിടെ വെച്ചിട്ട് അവിടെ ഉപവരണാധികാരിയുടെ മുൻപിലായിരിക്കും, താലൂക്കിലെ ഉപവരണാധികാരിക്ക് മുൻപിലായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇത് രണ്ടാമത്തെ ഊഴമാണ് ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച്. 2016 മത്സരിച്ചു. ഇപ്പോൾ ഇതാ 2025 ഈ UDF-ന്റെ മണ്ഡലമായിരുന്ന നിലമ്പൂർ അത് തിരിച്ചുപിടിക്കുന്നതിനുള്ള നിയോഗം UDF ഏൽപ്പിച്ചിരിക്കുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ മകനെയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 2 തവണയും കൈവിട്ടിട്ടുള്ള മണ്ഡലം ഇപ്രാവശ്യം കൈപ്പിടിയിൽ ഒതുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനെയാണ്. അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ക്യാമ്പ് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കാരണം ഇതിനു മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഒരു ആത്മവിശ്വാസം അവരുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ കൺവെൻഷനുകളുടെ ഒരു തുടക്കമുണ്ടായിരുന്നു. ഏപ്രിൽ ആദ്യം തന്നെ കൺവെൻഷനുകൾക്ക് UDF തുടക്കം കുറിച്ചിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ അതിന് മുന്നിൽ ഒരു പതാകവാഹകരായി തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കൺവെൻഷനുകൾക്ക് പുറമെ ചുവരെഴുത്തുകൾ തുടങ്ങിയിരുന്നു. പാർട്ടിയുടെ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് എഴുതുന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാം കൈപ്പത്തിക്ക് ചിഹ്നത്തിന് വോട്ട് ചെയ്യണമെന്നടക്കമുള്ള ചുവരെഴുത്തുകൾ സജീവമായിരുന്നു. ഇപ്പോൾ അതിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരെഴുതി ചേർക്കുന്നു. അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് പോരാട്ടച്ചൂടിലേക്ക് കടക്കുമെന്നുള്ളത് തെല്ലും സംശയമില്ലാത്ത കാര്യമാണ്. നിലമ്പൂർ മലപ്പുറം ജില്ലയുടെ തന്നെ താലൂക്ക് സെക്രട്ടറി ഒക്കെയായി മത്സരിച്ച ആളാണ്. ഒപ്പം തന്നെ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിയായി മത്സരിച്ച ആളാണ്. DCC പ്രസിഡന്റ് ആയിരുന്നു. ഇങ്ങനെ ഒട്ടനവധി പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറി പദം വരെ അത് എത്തി നിൽക്കുന്നു. അപ്പോഴാണ് നിയമസഭയിലേക്കുള്ള ഈ ഒരു മത്സരം കൂടി എത്തുന്നത്. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നതിന് ഉപരിയായിട്ട് സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലൊക്കെ നിറസാന്നിധ്യമാണ് ആര്യാടൻ ഷൗക്കത്ത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ സിനിമാ നിർമ്മാണ രംഗത്ത്, തിരക്കഥാ രംഗത്ത് ഒക്കെ ഉണ്ടായിരുന്നു. വിലാപങ്ങൾക്കപ്പുറം ദൈവനാമത്തിൽ തുടങ്ങിയിട്ടുള്ള 3 സിനിമകൾ ഉണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ അദ്ദേഹത്തിന് ദേശീയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വരെ നിലമ്പൂരിലേക്ക് അദ്ദേഹം എത്തിച്ചു. അങ്ങനെ സ്വന്തമായൊരു ഇരിപ്പിടം സാമൂഹ്യ സാംസ്കാരിക സിനിമാ രംഗത്തിൽ ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് തെല്ലും സംശയമില്ലാത്ത കാര്യമാണ്. 2016 PV അൻവറിനോടാണ് അദ്ദേഹം അന്ന് പരാജയപ്പെട്ടത്. 11,104 വോട്ടുകൾക്കായിരുന്നു അന്നത്തെ പരാജയം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ PV അൻവർ UDF ക്യാമ്പിലേക്ക് എത്തുമെന്നുള്ള ആ അവസാനവട്ട ചർച്ചകൾ നടക്കുന്നു. ഇന്ന് അദ്ദേഹം UDF-മായി ഒരു സഹകരണത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഇതൊക്കെ ഒരേ സമയം തന്നെ നടക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. പക്ഷേ UDF ഇവിടെ ഒറ്റക്കെട്ടായി തന്നെ ആദ്യഘട്ടത്തിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴും ആ ഒരുമ നമുക്ക് UDF-നെ സംബന്ധിച്ച് കാണാൻ കഴിയും. കാരണം KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, അത് ഒരു രണ്ടാം തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നേതാക്കളും ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാലക്കാട് സംഭവിച്ചതുപോലെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. പഞ്ചായത്ത് തല കൺവെൻഷനുകൾക്ക് ഇതിനോടകം തന്നെ തുടക്കമിട്ട് കഴിഞ്ഞു. ഇപ്പോൾ റോഡ് ഷോ ഒന്ന് കഴിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട കൺവെൻഷനുകൾ ഇനി വരുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പാലക്കാട് ഉണ്ടായിരുന്നതുപോലെ തന്നെ ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു മുന്നേറ്റം അതാണ് ഇപ്പോൾ UDF ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ പുല്ലങ്കോട്ടെ പ്ലാന്റേഷൻ തൊഴിലാളികളായിരുന്നു അദ്ദേഹത്തിന് കെട്ടിവെക്കുന്നതിനുള്ള പണം നൽകിയിരുന്നത്. അത് ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് തന്നെയുള്ള ഒരു പഴക്കമാണ്. അത് തന്നെ ഇപ്പോൾ ആര്യാടൻ മുഹമ്മദ് മകനും ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിനുള്ള പണം കെട്ടിവെക്കാൻ നൽകിയിരിക്കുന്നത് പുല്ലങ്കോട്ടെ പ്ലാന്റേഷൻ തൊഴിലാളികളാണ്. അത് അദ്ദേഹം സ്വീകരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ആര്യാടൻ ഷൗക്കത്ത് ഇതിനോടകം തന്നെ പല സ്ഥലങ്ങളിൽ, അതായത് പ്രധാനപ്പെട്ട നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളെല്ലാം സന്ദർശിച്ചു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ തന്നെ K കരുണാകരൻ്റെയും ഒക്കെ സ്മൃതി കുടീരത്തിൽ പോയി. ഇന്നായിരുന്നു K കരുണാകരൻ്റെ സ്മൃതി കുടീരത്തിൽ പോയി അദ്ദേഹം തിരിച്ച് നിലമ്പൂരിലേക്ക് എത്തിയത്. മുതിർന്ന നേതാവായിട്ടുള്ള AK ആന്റണിയെ അദ്ദേഹം വീട്ടിൽ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു. ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളുടെ എല്ലാം അനുഗ്രഹം വാങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന കയ്യിലേക്ക് കടക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കായി തന്നെ UDF-ന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് അതിൻ്റെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയാം. മറ്റൊരു തരത്തിലുള്ള കലഹങ്ങളും പാർട്ടിയിലില്ലാതെ, കാരണം ആദ്യം 2 പേരുകൾ കേട്ടിരുന്നു. അത് ആര്യാടൻ ഷൗക്കത്തോ VS ജോയിയോ എന്നുള്ളതായിരുന്നു. ഒരു പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ഘട്ടം മുതൽ ഇതുവരെയും കേട്ടിരുന്ന 2 പേരുകളായിരുന്നു. അത് അവസാന നിമിഷത്തിൽ എത്തിയപ്പോൾ മറ്റ് ആശങ്കകൾക്കൊന്നും ഇടയില്ലാത്ത രീതിയിൽ തന്നെ കേരളത്തിൽ നിന്ന് ഒരു പേര് ഹൈക്കമാൻഡിലേക്ക് പോവുകയും ആര്യാടൻ ഷൗക്കത്ത് എന്ന പേര്
AICC അംഗീകരിക്കുകയുമായിരുന്നു. പക്ഷേ അതിനുശേഷവും VS ജോയിയുടെ പ്രതികരണമെല്ലാം അതെല്ലാം ഒരു ഒത്തിണക്കത്തിൻ്റേത് എടുത്തു പറയേണ്ടതായിരുന്നു. എല്ലാവിധ പിന്തുണയും VS ജോയി ആര്യടൻ ഷൗക്കത്തിന് പറയുകയും അത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. VS ജോയി നയിക്കും, ഒപ്പം തന്നെ ആര്യടൻ ഷൗക്കത്ത് ജയിക്കും എന്നുള്ള ഒരു പോസ്റ്ററുകളാണ് ഇപ്പോൾ വ്യാപകമായി തന്നെ അവരുടെ കേന്ദ്രങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. അതിലൊക്കെ തന്നെ ആ ഒരു ഒത്തിണക്കം കാണാൻ സാധിച്ചു എന്നുള്ളതും UDF-നെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ്. അവർ പ്രധാനമായും ഈ മണ്ഡലത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് വികസനത്തെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ 9 വർഷത്തെ ഒരു ഭരണത്തിനെതിരെയുള്ള ഒരു വികാരം ഉണ്ട് എന്നുള്ളതൊരു വിലയിരുത്തൽ ഒന്ന് ഉണ്ട്. മറ്റൊന്നുള്ളത് ഇവിടുത്തെ മലയോര ജനത നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് വന്യമൃഗശല്യം അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സ്ഥലമാണ്, ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് സംശയമില്ലാതെ പറയാം. കാരണം കഴിഞ്ഞ ദിവസം ഇതിപ്പോൾ പുലികൾ ഇറങ്ങുന്നു, കാട്ടാന ശല്യം അതൊക്കെ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് എന്നുള്ളതും ഇതിന്റെ മറ്റ് അല്പസമയത്തിനകം ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അദ്ദേഹത്തിന്റെ പ്രകടനം അത് റോഡ് ഷോ ആയി നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തിച്ചേരുകയാണ്. മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. നിലമ്പൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താലൂക്ക് ഓഫീസിലേക്ക് CPIM-ന്റെ താലൂക്ക് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു റോഡ് ഷോ നടക്കുന്നുണ്ട്. അവിടെ സ്ഥാനാർത്ഥി M സ്വരാജ് ഉണ്ട്. അദ്ദേഹത്തിന്റെ റോഡ് ഷോയും പുരോഗമിക്കുന്നുണ്ട്. R ശ്രീജിത്ത് ഉണ്ട് സ്വരാജിനൊപ്പം. ശ്രീജിത്ത്, ഒരു റോഡ് ഷോ ആയി തന്നെ അദ്ദേഹം CPIM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ ഉച്ചയ്ക്ക് ശേഷം? അനുജ, നിശ്ചയിച്ച പരിപാടികളിൽ ചില മാറ്റങ്ങൾ വന്നതുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം സ്വരാജ് ഈ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ച് വെച്ചിരിക്കുന്ന പത്രികയിൽ ഒപ്പിടുകയും മറ്റ് വിവരങ്ങൾ നൽകിയ വിവരങ്ങളെല്ലാം പൂർണ്ണമായി ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. നേരത്തെ ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് ഈ പരിപാടി റെയിൽവേ സ്റ്റേഷനിലെ സ്വീകരണം തീരുകയും പിന്നീട് ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുകുകയും ചെയ്യുമെന്നായിരുന്നു കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഈ റോഡ് ഷോ ആയി ഈ സ്വീകരണം മാറി. അതുകൊണ്ട് തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അല്പം മുമ്പ് പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനുമായി സംസാരിച്ചപ്പോൾ പത്രിക സമർപ്പിക്കുന്ന കാര്യത്തിൽ ഇന്നും തന്നെ നടക്കുമോ എന്ന കാര്യത്തിൽ ചെറിയ സംശയമുണ്ട് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്നാലും പത്രിക സമർപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി ആ രേഖകളുടെ പരിശോധനയാണ് നടക്കേണ്ടത്. മറ്റന്നാളാണ്, തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയം. അതിനു മുമ്പ് പത്രിക നൽകണമെന്നായിരുന്നു, ഇന്ന് തന്നെ നൽകണമെന്നായിരുന്നു CPM കണക്കുകൂട്ടിയിരുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. ഇനി ഈ രേഖകളുടെ സൂക്ഷ്മ പരിശോധന പാർട്ടി തലത്തിലൊന്ന് നടക്കണം. അതാണ് ഇപ്പോൾ വൈകുന്നത്. ഇനി ഉച്ചയ്ക്ക് 2:30 റോഡ് ഷോ ഉണ്ട്. അതിനുള്ള ഒരുക്കങ്ങളും ഇതിന് സമാന്തരമായി തന്നെ നടക്കുകയാണ്. ഇപ്പോൾ പ്രതീക്ഷിച്ചതിലും വലിയൊരു സ്വീകരണമാണ് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇങ്ങ് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് നിലനിൽക്കുന്ന നിലമ്പൂർ പട്ടണം വരെ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ ആവേശത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ. M സ്വരാജ്, അദ്ദേഹത്തിന്റെ റോഡ് ഷോ CPIM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമോ എന്നതിൽ അവ്യക്തതയുണ്ട്. UDF നേതാക്കൾക്കൊപ്പം ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി റാഫി കരീമുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായാണ് UDF നേതാക്കൾ ആര്യാടൻ ഷൗക്കത്തിന് ഒപ്പം എത്തിയിട്ടുള്ളത്.